ചേട്ടാ എന്തു പറ്റി? സൂക്ഷിപ്പോ. എന്താ കാര്യം? കംപ്ലൈന്റ് വാപ്പസ് വാങ്ങിക്കാൻ വന്നതാ. എന്തായിരുന്നു കംപ്ലൈന്റ്? ഈ നാട്ടിൽ മോഷണം നടന്നില്ലേ, അതിൽ എന്റെ വീടും ഉണ്ട്. എന്റെ വീട്ടിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം എടുത്തോണ്ട് പോയി സാറേ. എന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി വെച്ചിരുന്ന പണമായിരുന്നു സാറേ അത്. പക്ഷെ ഈ ഇടയ്ക്ക് എന്റെ മോളും പോയി. ഇനി ആ പണവോ ഈ കംപ്ലൈന്റോ ഒന്നിനും ഉപയോഗമില്ല. അതുകൊണ്ടാ സാറേ. സാറ് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. വേണ്ട സാറേ, എന്റെ മോളുടെ ജീവിതം തൊലച്ച പണമാ അത്. ആ പണം തന്നെ ആ കള്ളനെ കൊന്നിരിക്കും സാറേ. വേണ്ട സാറേ, ഞാൻ പോവുക. എന്റെ മോള് പോയത് പിന്നെ എനിക്ക് എന്തിനാ സാറേ പണം? ആ മല്ലി അങ്ങോട്ട് വിളിക്ക. മല്ലി, നീ ജോലി ചെയ്യുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കില്ല. വാതുറന്ന് സംസാരിക്കാത്ത അക്യൂസ്ഡ് ഞാൻ എങ്ങനെ ഉത്തരം പറയിക്കാറെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നേരിട്ട് ചോദിക്കുകയാണ്, ആ കള്ളന്മാരാരാ? എന്നൊന്നും ചെയ്യരുത് സാറേ, ഞാൻ സത്യം പറഞ്ഞോളാം. ഞാൻ ആ നമ്പറിൽ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞ എന്റെ വീട്ടില് പണം എത്തൂ, അത്ര മാത്രമേ എനിക്കറിയൂ സാർ. അത്രയുള്ളൂ സാർ. മണി സാർ, ആ നമ്പർ മേടിച്ച് ആടെയാണെന്ന് ചെക്ക് ചെയ്യാൻ. ശരി സാർ. മല്ലിക ഇരിക്കേ. സാർ, എനിക്ക് CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കോപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ശേഖർ സാർ, അന്നൊരു അനോണിമസ് കോൾ വന്നില്ലേ? അതെ സാർ. ആ സിം ട്രേസ് ചെയ്തിരുന്നു? അത് പിന്നെ അതർ സ്റ്റേറ്റിലെ സിമ്മാണ് സാർ. റീട്ട എന്ന പേരിലായിരുന്നു അത്. ഫോൺ ചെയ്തപ്പോ സ്വിച്ച് ഓഫ് എന്നായിരുന്നു വന്നത്. വീണ്ടും ട്രൈ ചെയ്യാം സാർ. യാ